മെൻ്റൽ മാത്സിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു ട്രിക്ക്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ട്രിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11 വിത്ത് 2 ഡിജിറ്റ് നമ്പർ. അതായത് നമുക്ക് ഏത് 2 ഡിജിറ്റ് നമ്പറിനെയും 11 കൊണ്ട് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാൽക്കുലേറ്റർ വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇല്ലേ 2 ഡിജിറ്റ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതൊന്നും ചെയ്യാതെ നമുക്ക് ചെയ്യാതെ മെൻ്റലി തന്നെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്രിക്കാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 11നെ ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ 11 ഇൻറ്റു 23. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2ഉം 3യും സൈഡിലോട്ട് നമുക്ക് എഴുതാം, 2 3. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാം. 23 ആണല്ലോ, അതുകൊണ്ടാണ് 2ഉം 3യും നമ്മൾ എഴുതിയേക്കുന്നത്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5 വരും. 2 + 3 5. അത് മിഡിലേക്ക് എഴുതുക. അപ്പം 2 3 മിഡിൽ 5 253. അപ്പം 11നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 253. വളരെ സിമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 11 ഇൻറ്റു 36. 3യും 6ഉം സൈഡിലായിട്ട് എഴുതുന്നു. അത് ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നു. 3 + 6 9. അത് മിഡിലായിട്ട് എഴുതുന്നു. സോ 396. അപ്പോൾ 11നെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നു 396. ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. കുറച്ച് എക്സാമ്പിൾസ് വേറെയും കൊടുത്തിട്ടുണ്ട്. 11 ഇൻറ്റു 42. 4ഉം 2ഉം സൈഡിലായിട്ട് എഴുതുന്നു, ആഡ് ചെയ്ത് മിഡിൽ എഴുതുന്നു. ദാറ്റ് ഇസ് 6 462. 53 അതുപോലെ 5ഉം 3യും എഴുതുന്നു, ആഡ് ചെയ്ത് മിഡിൽ എഴുതുന്നു. ദാറ്റ് ഇസ് 583. 61 61 ആഡ് ചെയ്ത് എഴുതുന്നു, 671. അതുപോലെ 81 8 1 ദാറ്റ് ഇസ് മിഡിൽ 9. 8 + 1 9 891. അറ്റ് ലാസ്റ്റ് 11 ഇൻറ്റു 90 90. ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നു, 990. ഇനി ഇതിപ്പം 4ഉം 2ഉം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 6 ആവുന്നത്. അതൊരു 1 ഡിജിറ്റ് നമ്പർ അല്ലേ, പാടില്ല, മിഡിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ ഒരു 2 ഡിജിറ്റ് നമ്പറാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. 11 ഇൻറ്റു 55. ഓക്കെ, അപ്പം 5ഉം 5ഉം നമ്മൾ എഴുതി, അത് ആഡ് ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത്. അപ്പോൾ 10 എടുത്ത് നമുക്ക് മിഡിൽ എഴുതാൻ പറ്റുമോ? അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, 0 മിഡിൽ എഴുതിയിട്ട്, അപ്പോൾ 10 ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ 10ൽ 0 നമ്മൾ മിഡിൽ എഴുതും. 1 എന്ത് ചെയ്യും, ആ 5ൻ്റെ കൂടെ ആഡ് ആവും. ദാറ്റ് ഈസ് 605. ഓക്കെ, ഏറ്റവും മുമ്പിലത്തെ നമ്പറിലാണ് ആഡ് ആവുന്നത്. സാധാരണ നമ്മൾ അഡീഷനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതേ കണക്ക് തന്നെ 1 ഇപ്പുറത്തോട്ട് ആഡ് ആവും. ദാറ്റ് ഈസ് 605. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ആഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ വരുന്ന എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 65. നോക്കിക്കേ, 65 6 5 എഴുതുന്നു, ആഡ് ചെയ്യുമ്പോൾ 11 ആണ് വരുന്നത്. അപ്പോൾ മിഡിൽ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. 11ൽ 1 അവിടെ എഴുതുന്നു, 1 എവിടെ ആഡ് ആകുന്നു, 6ൻ്റെ കൂടെ ആഡ് ആകുന്നു. ദാറ്റ് ഈസ് 7 ആകുന്നു, 715 ആകുന്നു. സോ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് 11 ഇൻറ്റു 75 75. 12 ആണ്, 2 എഴുതുന്നു, 1 ആഡ് ആകുന്നു. സോ 825. അതുപോലെ തന്നെ 87. 11 ഇൻറ്റു 87. 8ഉം 7ഉം എഴുതുന്നു, ആഡ് ചെയ്യുമ്പോൾ 15 ആണ് വരുന്നത്. മിഡിൽ 5 ഇടുന്നു, 1 ആഡ് ആകുന്നു. ദാറ്റ് ഈസ് 8 + 1 9 957. അതുപോലെ തന്നെ 11 ഇൻറ്റു 93. 9ഉം 3യും എഴുതിയിട്ടുണ്ട്, ആഡ് ചെയ്യുമ്പോൾ 9 + 3 12 വരും. 2 മിഡിൽ എഴുതുന്നു, 1 ആഡ് ആകുന്നു. 9 + 1 10 1023. അതുപോലെ 88 ചെയ്യുന്നു, 38 ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് 2 ഡിജിറ്റ് നമ്പർ വേണമെങ്കിലും ചെയ്തിങ്ങനെ നോക്കാം. എല്ലാ 2 ഡിജിറ്റ് നമ്പറും 11ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് മാത്സ് ട്രിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു ട്രിക്കാണ് നമുക്ക് മെൻ്റലി എങ്ങനെ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളത്.